അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുബയ്യ. ഓക്കെ. ഈ മനുഷ്യനും ഒരു കൊച്ചും ഇയാളുടെ ഭാര്യയും വന്ന് നമ്മൾ റൂം കൊടുത്തു. അവിടെ അവർ കൊണ്ടുപോയി ഒരു അമ്പലം തന്നെ പ്രതിഷ്ഠിച്ചു ഈ റൂമിൻ്റെ അകത്ത്. വളരെ എല്ലാവിധ ദൈവങ്ങളുമുണ്ട്, എല്ലാവിധ. അങ്ങനെ അവർ വൈകുന്നേരം പൂജ തുടങ്ങും, മണിയടി തുടങ്ങും. പക്ഷെ ഞാൻ നമ്മുടെ റൂമുകളിൽ എനിക്കിവിടെ വേറെ 3 റൂമുകളുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ 1 മാസം കടന്നുപോയി. ഇയാൾ പക്ക ഹിന്ദുവാണ്, അഡമൻ്റ് ഹിന്ദു. ഓക്കെ, അഡമൻ്റ് ഹിന്ദുവാണ്. അപ്പം ഈ വ്യക്തി എന്ത് സംഭവിച്ചു? ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അവരെങ്ങനെ കാണാറ് പോലുമില്ല. അവർ ജോലിക്ക് പോകുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, ഞങ്ങളും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. അങ്ങനെ കാണാറൊന്നുമില്ല. ഒരേ ഫ്ലാറ്റിലാണെങ്കിൽ നമ്മൾ കാണാറ്. ഓക്കെ. അപ്പോൾ ഒരു ദിവസം എൻ്റെ വൈഫിനോട് ഈ സുബയ്യയുടെ വൈഫ് പറയുകയാണ്, ಬ್ರದರ್ನ ಹೆಂಡತಿಯೊಂದಿಗೆ ಆ ಸಹೋದರನ ಹೆಂಡತಿ ಹೀಗೆ ಹೇಳ್ತಾರೆ, 3 ദിവസമായിട്ട് എൻ്റെ ഭർത്താവ് ഹിക്കപ്പാണ്. എന്താന്ന് മനസ്സിലായോ? എക്കിളെടുക്കുക. 3 ദിവസದಿಂದ ಅವರಿಗೆ ಒಂದು ರೀತಿ ಶಬ್ದ ಅವರ ಒಳಗೆ ಕೇಳಿಕೆ. 3 ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് എക്കിളെടുത്തോണ്ടിരിക്കുക. 3 ദിവಸದಿಂದ ಹಾಗೆ ಕಂಟಿನ್ಯೂ ಆಗಿ ಅವರಿಗೆ ಬಿಕ್ಕಳಿಕೆ ಬರ್ತಾನೆ ಇದೆ. ഇപ്പൊ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ്. ಈಗ ಡಾಕ್ಟರ್ ನೋಡ್ಲಿಕ್ಕೆ ಹೋಗಿದ್ದಾರೆ. 2 ഡോക്ടർമാരെ കണ്ടു. പക്ഷെ അവർ ഇഞ്ചക്ഷൻ കൊടുത്തു, ഒരു രക്ഷയില്ല. 2 ಡಾಕ್ಟರ್ಸ್ ಹತ್ರ ಹೋಗಿ ಬಂದರು, ಅವರು ಇಂಜೆಕ್ಷನ್ ಎಲ್ಲ ಕೊಟ್ಟರು, ಆದರೆ ಏನು ಬದಲಾವಣೆಗಳಿಲ್ಲ. 3ാമതൊരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. 3ನೇ ಒಂದು ಡಾಕ್ಟರ್ ನೋಡ್ಲಿಕ್ಕೆ ಹೋಗಿದ್ದಾರೆ. ഉച്ച കഴിഞ്ഞൊന്ന് വരും. ಮಧ್ಯಾಹ್ನಕ್ಕೆ ಬರ್ತಾರೆ. നിങ്ങളുടെ ഭർത്താവ് സുവിശേഷകനല്ലേ? ನಿಮ್ಮ ಹಸ್ಬೆಂಡ್ ಶುಭ ಸಂದೇಶ ಸಾರುವವರಾಗಿದ್ದಾರಲ್ವಾ? ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാമോ? ಒಮ್ಮೆ ಅವರಿಗೆ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಹೇಳ್ಬಹುದೇ? എൻ്റെ വൈഫ് പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കാം. ಇವರ ಹೆಂಡತಿ ಹೇಳಿದ್ರು ಓಕೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿಸು. അപ്പൊ ഈ വ്യക്തി ഉച്ച കഴിഞ്ഞ് വന്നു. ಮಧ್ಯಾಹ್ನ ನಂತರ ಇವರು ಬಂದರು. സന്ധ്യയായപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നു. ಸಂಧ್ಯಾ ಇವರ ಹತ್ರ ಬಂದು ಮನೆಗೆ ಟ್ಯಾಪ್ ಮಾಡಿದ್ರು. ഞാൻ ഈ റൂമിൽ നോക്ക് ചെയ്തു. ಅವರು ಡೋರ್ ಟ್ಯಾಪ್ ಮಾಡಿದ್ರು. ഞാൻ വരാന്ന് പറഞ്ഞ് സോഫയിൽ ഇരുത്തി ಅವ್ರನ್ನ ಕರೆದು ಒಳಗೆ ಸೋಫಾದಲ್ಲಿ ಕೂಡಿಸಿದೆ. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, അപ്പോഴും ഹിക്കപ്പെടുത്തോണ്ടിരിക്കും. ಅವರು ಆಗಲೂ ಆ ಬಿಕ್ಕಳಿಗೆ ಮಾಡ್ತಾನೆ ಇದ್ದಾರೆ. അപ്പൊ ഞാൻ നോക്കുമ്പോ കുറെ വള്ളികളുണ്ട് പുള്ളിയുടെ കയ്യിൽ. ನೋಡುವಾಗ ಅವರ ಕೈಯಲ್ಲಿ ಏನೆಲ್ಲೋ ಕಟ್ಟಿ ಹಾಕಿದ್ರು. കുറെ പൂജിച്ച് കിട്ടിയ വള്ളികൾ, ಪೂಜಿಸಿ ಏನೋ ಕಟ್ಟಿ ಹಾಕಿರುವಂತ ಬಳ್ಳಿ. ಸ್ವಲ್ಪ ಮಾತ್ರ യേശു എന്റെ ജീവിതത്തിൽ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു. യേശു ನನ್ನ ಜೀವನದಲ್ಲಿ ಏನು ಮಾಡಿದ್ರು ಎಂಬುದಾಗಿ. യേശു നമ്മളെ സ്നേഹിക്കുന്നവനാണ്, ಶಿಕ್ಷಿക്കുന്നവനല്ല എന്ന് പറഞ്ഞു. യേശു ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವವರಾಗಿದ್ದಾರೆ, ಶಿಕ್ಷಿಸುವವರಲ್ಲ ಎಂದು ಹೇಳಿದೆ. യേശു രോഗം തരില്ല, അവൻ രോഗം സൗഖ്യമാക്കുന്നവനാണെന്ന് പറഞ്ഞു. യേശു രോಗ ಕೊಡುವುದಿಲ್ಲ, യേശു ಸೌಖ್ಯಪಡಿಸುವವರಾಗಿದ್ದಾರೆ. യേശുവിന്റെ സ്നേഹം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് അവരെ വിവരിച്ചു. യേശുവിನ ಸ್ನೇಹ ಹೀಗೆ ಆಗಿದೆ ಎಂಬುದಾಗಿ ಅವರಿಗೆ ತಿಳಿಯಪಡಿಸಿದೆ. ഇതെല്ലാം കേട്ടിട്ട് പുള്ളി എന്നോട് പറയുകയാണ്, ಇದೆಲ್ಲ ಕೇಳಿದ ಮೇಲೆ ಅವರು ಕೇಳ್ತಾರೆ, ഞാൻ ഇതെല്ലാം സമ്മതിച്ചു, പക്ഷേ എന്റെ ഹിക്കപ്പൊന്ന് മാറ്റിത്താ. ನಾನು ಇದೆಲ್ಲ ಸಮ್ಮತಿಸ್ತೇನೆ, ನನ್ನ ಬಿಕ್ಕಳಿಗೆಯನ್ನು ಅದು ತೆಗೆದಾಗಲಿಕ್ಕೆ ಸಹಾಯ ಮಾಡಿ. ഞാൻ അവിടെ എഴുന്നേറ്റേക്ക് ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. ഞാൻ തലയിൽ കൈവച്ചിട്ട് ಅವರ ಶಿರಸ್ಸಿನ ಮೇಲೆ ಕೈ ಇಟ್ಟು, in the name of Jesus, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ stop this hiccup. ಈ ಬಿಕ್ಕಳಿಗೆ ನಿಂತು ಹೋಗಲಿ. devil you come out ಸೈತಾನನ ಹೊರಗೆ ಬಾ. in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರಗೆ ಬಾ ಎಂದು പറഞ്ഞു തീർന്നില്ല, ഹിക്കപ്പ് തീർന്നു. ನಾವು ಹೇಳಿ ಮುಗಿಸಿಲ್ಲ. ഒരു നല്ല സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് അടിക്കുകയാണെങ്കിൽ ಬಹಳ ವೇಗವಾಗಿ ಹೋಗುತ್ತಿರುವಂತಹ ಒಂದು ವಾಹನ ಸಡನ್ ಆಗಿ ಬ್ರೇಕ್ ಆದ್ರೆ ಏನು ಸಂಭವಿಸುತ್ತದೆ? ഒരു ഒച്ചയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് റിവേഴ്സ് ആയി ಅದು ನಿಂತು ಒಂದು ಶಬ್ದದೊಂದಿಗೆ ಆ ಗಾಡಿ ರಿವರ್ಸ್ ನಿಲ್ತದೆ എന്ന് പറഞ്ഞ പോലെ ಎನ್ನುವ ಹಾಗೆ ഹിക്കപ്പ് വന്നതുപോലെ തിരിച്ചുപോയി. ഹിക്കപ്പ് വന്നതുപോലെ തിരിച്ചുപോയി. ಬಂದ ಹಾಗೆ ನೀವು ಬಿಟ್ಟು ಹೋಯ್ತು. കംപ്ലീറ്റ്ലി ಸಂಪೂರ್ಣವಾಗಿ ಬಿಟ್ಟು ಹೋಯ್ತು. കംപ്ലീറ്റ്ലി ഹീൽഡ്. ಸಂಪೂರ್ಣವಾಗಿ ಸೌಖ್ಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പം ഞാൻ പറഞ്ഞു, ആ കയ്യിലെ വള്ളികളൊക്കെ ഒന്ന് അഴിച്ചു കളഞ്ഞാലും. ನಾನು ಹೇಳಿದೆ, ನಿಮ್ಮ ಕೈಯಲ್ಲಿರುವಂತಹ ಆ ಕಟ್ಟಿ ಹಾಕಿದರೆ ಬಿಚ್ಚಿ ಹಾಕಿದೆ. അങ്ങനെ ഇദ്ദേഹം വള്ളിയെല്ലാം കഴിച്ചു കളഞ്ഞു. ತಕ್ಷಣ ಅದನ್ನು ತೆಗೆದು ಹಾಕಿದ್ರು. ആ വള്ളി കീശയിലിട്ടുകൊണ്ട് പോയി. ಅವರ ಜೇಬಿಗೆ ಹಾಕಿಕೊಂಡು ಹೋದರು. പിറ്റേ ദിവസം വൈകുന്നേരം ಮಾರನೇ ದಿವಸ ಸಂಜೆ ഇവൾ ഓടി വരുന്നതിന്റെ അടുത്തേക്ക്, ಇವರು ತಿರುಗಿ ಓಡಿ ಬರ್ತಾ ಇದ್ದಾರೆ. ബ്രദർ ഹെൽപ് മീ, ಸಹಾಯ ಮಾಡಿ, ഹിക്കപ്പ് വീണ്ടും വന്നു. ಬಿಕ್ಕಳಿಗೆ ಪುನಃ ಬಂದಿದೆ. ഞാൻ കയ്യിലേക്ക് നോക്കി, ನಾನು ಅವರ ಕೈಗೆ ನೋಡಿದೆ. അഴിച്ച കെട്ട് വീണ്ടും കെട്ടിയിട്ടു. ಅವರ ಕೈಯಲ್ಲಿ ಬಿಚ್ಚಿ ಹಾಕಿದ ಗಂಟುಗಳೆಲ್ಲ ഞാൻ പറഞ്ഞു, ഇതാണ് കാരണം. ಈ ದಾರಗಳೆಲ್ಲ ಬಿಚ್ಚಿ ಹಾಕಬೇಕು. ಇದೇ ಕಾರಣ. നീ ഉപേക്ഷിച്ച സാധനം വീണ്ടും നീ എടുത്തപ്പോൾ നീ സംഭവം തിരിച്ചു പോകും. ನೀನು ತಿರಸ್ಕರಿಸಿದ ವಸ್ತುಗಳನ್ನ ಪುನಃ ನೀನು ಪಡೆದುಕೊಂಡಾಗ, ಅದು ಧರಿಸಿಕೊಂಡಾಗ ಅದು ಪುನಃ ನಿನ್ನಲ್ಲಿ ಬಂದಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ನಾನು ಒಂದು ವಿಷಯ ಹೇಳ್ತೇನೆ.
നീ ഇത് പഴിച്ചുകളാം. ನೀವು ಇದನ್ನು ಬಿಚ್ಚಿಯಾಗಿ നീ രാത്രി കിടക്കുമ്പോൾ ನೀನು ರಾತ್ರಿ ಮಲಗುವಾಗ കൃത്യം 3 മണിക്ക് 3 AM ಬೆಳಗಿನ ಜಾವ 3 ಗಂಟೆಗೆ ഈ ഹിക്കപ്പ് പോകുന്നു. ಈ ಬೆಳಗಿನ ಜಾವ 3 ಗಂಟೆಗೆ ಈ ಬೆಳಗ್ಗೆ ನಿನ್ನ ಬಿಟ್ಟು ಹೋಗ್ತದೆ ಅಂತ ಹೇಳಿದೆ. ഇയാള് വൈകുന്നേരം ഹിക്കപ്പാ, അവര് കടന്നുറങ്ങി ഉറക്കം വരുന്നില്ല ഇയാൾക്ക്. ಅವರು ಸಂಜೆಯಿಂದಲೇ ಪ್ರಾರಂಭವಾಗಿದೆ, ಅವರು ನಿಂತು ಮಲಗಿದ್ರು ನಿದ್ರೆ വീണ്ടും വീണ്ടും എക്കൽ എടുത്തോണ്ടിരിക്കുകയാണ്. ಪದೇ ಪದೇ ಆ ಬೆಳಗ್ಗೆ ಬರ್ತಾನೆ ಇದೆ. എങ്ങനെയൊക്കെയോ 3 മണിയായി. 3 ಗಂಟೆ ಹೇಗೋ ಆಯ್ತು. അയാളെ ക്ലോക്കിൽ നോക്കി, ಅವರು ಕ್ಲಾಕ್ನ ಕಡೆಗೆ ನೋಡಿದ್ರು. 3 o'clock 3 ಗಂಟೆಗಳು ಸರಿಯಾಗಿ ഹിക്കപ്പ് ഡിസപ്പിയർ. ಅವರ ಬೆಳಗ್ಗೆ ಅವರ ಬಿಟ್ಟು ಹೋಯಿತು. ഹല്ലേലൂയ.